രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഇന്നുണ്ടാകുമോ എന്നാണ് വലിയ ആകാംക്ഷ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെ നിലപാട് കടുപ്പിച്ചതോടെ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് രാഹുൽ. ഷാഫിയെ പോലുള്ള വളരെ കുറച്ചുപേർ മാത്രമാണ് രാഹുലിനോടൊപ്പമുള്ളത്. പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ രാജി വേണമെന്നാണ് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷാഫി പറമ്പിൽ പക്ഷേ രാഹുൽ ഇപ്പോഴും പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. പാലക്കാടേക്ക് വരേണ്ടെന്നാണ് ചില നേതാക്കൾ രാഹുലിനെ അറിയിച്ചത്. ഒരു MLA ഗതികേട്, ദയവ് ചെയ്ത് പാലക്കാട്ടേക്ക് വരരുത് എന്ന് പറയുന്നു, ദയവ് ചെയ്ത് ഉദ്ഘാടനത്തിന് വരരുത് എന്ന് പറയുന്നു, ദയവ് ചെയ്ത് അമേരിക്കയിലെ വടംവലി മത്സരത്തിലേക്ക് വരരുത് എന്ന് പറയുന്നു, ദയവ് ചെയ്ത് സ്കൂളിലെ കുട്ടികളുടെ പരിപാടി ആലോചനാ യോഗത്തിലേക്ക് വരരുതെന്ന് പറയുന്നു. ഒരു MLAക്ക് ഇതിനേക്കാൾ വലിയ അപമാനമുണ്ടോ? അതുകൊണ്ട് പത്തനംതിട്ടയിൽ തുടരുകയാണ് രാഹുൽ. റോഷിപാലും പ്രവീൺ പുരുഷോത്തമനും ചേരുന്നുണ്ട്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. പ്രവീൺ പുരുഷോത്തമൻ, വെരി ഗുഡ് മോർണിംഗ്. അത് ഞാനൊന്ന് പ്രവീണിലേക്ക് പോയിട്ട് വരാം. പ്രവീൺ, പാലക്കാട് പത്തനംതിട്ടയിൽ എന്തുണ്ട് വിശേഷം? അവിടെ രാഹുൽ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം രാഹുൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു ആദ്യം പ്രചരിച്ചിരുന്ന വാർത്തകൾ. പക്ഷേ പിന്നീട് നമ്മൾ തന്നെ അത് വ്യക്തമായി തന്നെ കൊടുത്തു. തിരിച്ച് 10:30 രാഹുൽ വീട്ടിലേക്ക് മടങ്ങിയെത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാലക്കാട്ടേക്ക് വരേണ്ടെന്ന മെസ്സേജ് രാഹുലിന് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. വീട്ടിനുള്ളിൽ തന്നെയാണോ രാഹുൽ? പ്രവീൺ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടൂർ നെല്ലിമുകളിലെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. പതിവ് പോലെ ഇന്നും പോലീസ് കാവൽ ഇവിടെയുണ്ട്, പോലീസ് ബാരിക്കേഡ് ഉണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വീടിൻ്റെ മുന്നിലെ ഈ ബാരിക്കേഡ് മാറ്റണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു നിർദ്ദേശം വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരുപക്ഷെ വാഹനം എടുത്ത് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉള്ളതായി മനസ്സിലാക്കിയത്. പോലീസ് ഉദ്യോഗസ്ഥരും അങ്ങനെ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. ഒരു വാഹനം പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ മുന്നിൽ ഈ ഇടവഴിയിൽ കാണുന്ന റോഡിനോട് ചേർന്ന ഭാഗത്തെ ബാരിക്കേഡ് മാറ്റണമെന്നൊരു നിർദ്ദേശം അകത്തു നിന്ന് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാരിക്കേഡ് നീക്കുകയും ഒരു വാഹനം ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഇന്നലെ പാലക്കാട്ട് നിന്നും KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ സംസാരിച്ചിരുന്നു. നമ്മൾ C. ചന്ദ്രനുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം അറിയിച്ചത് ഒരു സൗഹൃദ സംഭാഷണം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇനിയൊരു തീരുമാനം എന്നുള്ളത് KPCC എടുക്കട്ടെ, KPCC എന്ത് തീരുമാനമെടുത്താലും തങ്ങളത് അംഗീകരിക്കും, പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം അത് അംഗീകരിക്കും എന്ന ഒരു കാര്യം തന്നെയാണ് C. ചന്ദ്രനും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വീട്ടിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ഒരു അറിയിപ്പ് വന്നിരുന്നു. പക്ഷേ ഇന്നലെ നാം കണ്ടതാണ്, വാർത്താ സമ്മേളനം അവസാന നിമിഷം മാറ്റിവെച്ചു. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം തന്നെയാണ് ആ വാർത്താ സമ്മേളനം മാറ്റിവെച്ചത്. ഇപ്പോൾ തൽക്കാലം മാധ്യമങ്ങളെ കാണേണ്ട എന്നൊരു നിർദ്ദേശം അദ്ദേഹത്തിന്, രാഹുൽ മാങ്കൂട്ടത്തിന് KPCC നേതൃത്വത്തിൽ നിന്നും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ തുടരുകയാണ്.